മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ ടി വി എസിൻ്റെ 110cc സെഗ്മെൻറ്റിൽ വരുന്ന റാഡിയോൺ മോട്ടോർ സൈക്കിളിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ ആണ് എല്ലാ വ്യൂസും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. കാരണം എന്ന് വെച്ചാൽ ഡെയിലി ഞാൻ പുതിയ മോഡൽസിൻ്റെ മെയിൻലി ടു വീലേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 110cc സെഗ്മെൻറ്റിൽ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് താഴെ വരുന്ന വളരെ നല്ല മോട്ടോർ സൈക്കിളിൽ ചുരുക്കം ചിലതിലൊന്നെന്ന് തന്നെ പറയാം. റാഡിയോൻ്റെ ചൈസിസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൂപ്പർ സ്ട്രോങ് ബോക്സ് അയൺ വെച്ചിട്ടാണ്. ഡ്യൂറ ലൈഫ് എൻജിൻ ആണ് ഈ വാഹനത്തിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് വാഹനത്തിൻ്റെ എഞ്ചിന് വളരെയധികം ലൈഫ് ലഭിക്കുന്ന ഒരു രീതിയിലുള്ള എഞ്ചിനാണ് ടി വി എസ് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂണിക് ഇമ്പാക്റ്റ് റെസിസ്റ്റൻറ്റ് ബോഡി ഡിസൈനാണ്. മാക്സിമം ഇമ്പാക്റ്റ് ഒഴിവാക്കാനും സ്ക്രാച്ചസിൽ നിന്ന് വാഹനത്തെ രക്ഷിക്കാനും തരത്തിലുള്ളൊരു ബോഡി ഡിസൈനാണ് ഈ വാഹനത്തിന് വരുന്നത്. ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വൈസറിൽ നല്ലൊരു ടി വി എസിൻ്റെ 3D ബാഡ്ജിങ് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റിന് ചുറ്റും നല്ല അടിപൊളി ക്രോമിൻ്റെ ഫുൾ ഒരു ഓർണമെൻറ്റ് നമുക്ക് വേണ്ടി ലഭിക്കുന്നുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് DRLs ലഭിക്കുന്നുണ്ട്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള 100% ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ലുക്ക് വരുന്നത്. എങ്ങനെയാണ് നിങ്ങൾ എന്തായാലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടതുണ്ടോ. ഫ്രണ്ട് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിന് ഫ്രണ്ട് ടെലസ്കോപ്പിക് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് നമുക്ക് കൂടി പറയാം. ഹൈഡ്രോളിക് സസ്പെൻഷൻ അവൈലബിൾ ആണ്. നല്ല ലോങ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. അത്യാവശ്യം നമ്മുടെ ബമ്പുകളിലൊന്നും വാഹനത്തിൻ്റെ അടിതട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊന്നും ചെയ്യുന്നില്ല. വാഹനത്തിന് മഡ് ഗാർഡ് വരുന്നത് ബോഡി കളർഡ് മഡ് ഗാർഡ് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അതിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് മൗണ്ട് ചെയ്യാനുള്ള ക്ലാമ്പും ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടയർ സൈസ് 2.75/18 ട്യൂബ്ലെസ് ടയർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ 5 സ്പോക്കിൻ്റെ ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള അലോയ് വീൽസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ സിങ്ക് ബ്രേക്കിംഗ് സപ്പോർട്ടാണ്. ഫ്രണ്ട് 130 mm ബാക്ക് 110 mm ആണ് വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സപ്പോർട്ട് വരുന്നത്. 180ൻ്റെ നല്ല അടിപൊളി ഗ്രൗണ്ട് ക്ലിയറൻസ് ലഭിക്കുന്നുണ്ട്. 1265 mm വീൽ ബേസ് വരുന്നുണ്ട്. 113 കിലോ മാത്രമേ നമ്മുടെ വണ്ടിക്ക് വെയിറ്റ് ടോട്ടൽ വരുന്നുള്ളൂ. അപ്പോൾ ഈ സൈഡിൽ നിന്നുള്ള ലുക്ക് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും എന്നൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ് കേട്ടോ. സിങ്ക് ബ്രേക്കിംഗ് എന്നാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് സപ്പോർട്ടിൻ്റെ പേര് പറയുന്നത്. നമ്മുടെ ആക്റ്റീവയിലൊക്കെ വരുന്ന കോമ്പി ബ്രേക്ക് എന്ന് പറയില്ലേ, 2 സൈഡിലും ഒരേപോലെ ബ്രേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന രീതിയാണ് ഇതിലും വരുന്നത്. വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ആകെ 10 ലിറ്ററാണ് വരുന്നത്. ടി വി എസിൻ്റെ നല്ല അടിപൊളി ബാഡ്ജിങ് 2 സൈഡിലും വരും. നമുക്കൊരു നല്ലൊരു ടാങ്കിൻ്റെ പാഡ് 2 സൈഡിലും നമ്മുടെ കാല് വരുന്ന ഭാഗത്തും വരുന്നുണ്ട്. ഗ്ലോസി കളറാണ് കൂടുതലും വരുന്നത്. E20 ഫ്യൂൽ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ഇടത്തെ സൈഡിൽ പാസ് ബട്ടൺ, ഡിം ബ്രൈറ്റ്, ഇതാണ് പാസ് ബട്ടൺ ഓറഞ്ച് കളറിൽ കാണുന്നത്. ഇൻഡിക്കേറ്റർ, ഹോൺ. വലത്തെ സൈഡിൽ ഹെഡ്ലൈറ്റ് ഓൺ ഓഫും സെൽഫ് സ്റ്റാൻഡിൻ്റെ ബട്ടൺ വരും. കീ ക്ലാസിക് ആയിട്ടുള്ള നമ്മുടെ പഴയ മോഡൽ ടി വി എസിൻ്റെ കീ തന്നെയാണ് വരുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ മീറ്റർ കൺസോൾ വരുന്നത്. ഇത് ബേസ് മോഡലാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിനൊരു ഹൈ എൻഡ് മോഡൽ കൂടെ വരുന്നുണ്ട്. അതിന് നമുക്ക് അഡീഷണൽ ആയിട്ട് ഡിസ്ക് ബ്രേക്ക് ലഭിക്കും. പിന്നെ ഈ മീറ്റർ കംപ്ലീറ്റ് മാറിയിട്ട് റൈഡറിൽ വരുന്ന പോലത്തെ ഫുള്ളി നെഗറ്റീവ് ഡിസ്പ്ലേ വരുന്ന ഒരു അടിപൊളി ഡിജിറ്റൽ മീറ്റർ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ മൈലേജ് ഇൻഡിക്കേഷൻ, അതുപോലെ തന്നെ കണക്ടിവിറ്റി, USB സപ്പോർട്ട്, അതായത് USB ചാർജിങ്ങിനുള്ള സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ആ മോഡലിൽ ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്ന് ചെന്നപ്പോൾ എനിക്ക് ഈ വേരിയൻ്റാണ് വീഡിയോ എടുക്കാനായിട്ട് ലഭിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മോഡലിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടത്തെ സൈഡിൽ നമുക്ക് സ്പീഡോമീറ്ററും ഓഡോമീറ്ററും ലഭിക്കുന്നുണ്ട്. പിന്നെ നടുവിലായിട്ട് ന്യൂട്രൽ ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഡിം ബ്രൈറ്റ്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണിക്കും. ഒരു ടി വി എസിൻ്റെ അടിപൊളി ലോഗോയും നടുവിൽ വരുന്നുണ്ട്. വലത്തെ സൈഡിൽ നമുക്ക് ഫ്യൂൽ ഗേജ് ആണ് മെയിനായിട്ട് കാണിക്കുന്നത്. പിന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ നോട്ടിഫിക്കേഷൻ, അതുകൂടാതെ എഞ്ചിൻ മാൽ ഫംഗ്ഷൻ്റെ നോട്ടിഫിക്കേഷനുള്ള LED ബൾബ് വെച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. സീറ്റാണ് അടിപൊളി സീറ്റാണ്. നല്ല നീളത്തിലുള്ള ലോങ് ആയിട്ടുള്ള ബെഞ്ച് സീറ്റാണ്. കുറച്ച് വീതി കൂടി കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു തൈ സപ്പോർട്ടിന് ലഭിക്കുന്നുണ്ട്. പിന്നെ വെർട്ടിക്കലായിട്ടുള്ള നല്ല അടിപൊളി സ്റ്റിച്ചിങ് കൂടി കൊടുത്തുകൊണ്ട് സീറ്റ് കാണാൻ നല്ല ഭംഗിയുമാണ്. പക്ഷേ നല്ല സോഫ്റ്റുമാണ്. ഒരു ഓവർ സോഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ലോങ് റൈഡ് പോയാൽ നമുക്ക് വലിയ ക്ഷീണമൊന്നും കിട്ടില്ല. ക്രോം പ്ലേറ്റിലുള്ളൊരു റിയർ ക്യാരിയർ നമുക്ക് ലഭിക്കുന്നുണ്ട്. എഞ്ചിനെ കുറിച്ച് പറഞ്ഞു തരാനാണെങ്കിൽ 4 സ്ട്രോക്ക് എഞ്ചിനാണ്. ഡ്യൂറ ലൈഫ് എഞ്ചിനാണ് വരുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് വരുന്നുണ്ട്. ആകെ ടോട്ടൽ കപ്പാസിറ്റി 110cc ആണ്. 8 bhp പവർ വരുന്നുണ്ട്. 8.4 Nm ടോർക്ക് നമുക്ക് എമിറ്റ് ചെയ്യും. മൈലേജ് നമുക്ക് ഒരു 68-നും 70-നും ഇടയിൽ കിട്ടുന്നുണ്ട്. പിന്നെ 4 സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്. ടോപ്പ് സ്പീഡ് ഒരു 95 km വരെയൊക്കെ നമുക്ക് ടോപ്പ് സ്പീഡിൽ ഓടിച്ചു പോകാം. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. 150 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. പിന്നെ സിംഗിൾ ഹോണാണ് നമുക്ക് ലഭിക്കുന്നത്. E20 ഫ്യൂൽ സപ്പോർട്ട് വരുന്നുണ്ട്. OBD2 സെൻസർ സപ്പോർട്ട് വരുന്നുണ്ട്. ഡ്യൂറ ലൈഫ് എഞ്ചിൻ എന്നുള്ളൊരു കാര്യം നിങ്ങളെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ എഞ്ചിന് നല്ല ലൈഫ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ചവിട്ടിപ്പൊളിച്ച് ഉപയോഗിച്ചാൽ പോലും വാഹനത്തിൻ്റെ എഞ്ചിൻ നശിക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് നല്ല വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന വാഹനങ്ങളിൽ ഒന്നാണ്. പിന്നെ എടുത്ത് പറയുന്ന മറ്റു കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് സൈഡ് സ്റ്റാൻഡ്, എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും റബ്ബർ മൗണ്ടറായിട്ടുള്ള ഫുഡ് റെസ്റ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്.
ഫുൾ മെറ്റൽ ചെയിൻ കവറാണ് ലഭിക്കുന്നത്. ഫുൾ ആയിട്ടുള്ളൊരു സാരി ഗാർഡ് ലഭിക്കുന്നുണ്ട്. റിയർ സസ്പെൻഷനും അടിപൊളിയാണ്. സ്പ്രിംഗ് ലോഡർ ആയിട്ടുള്ള 5 പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന, അതായത് സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ നമുക്ക് 5 പോയിന്റ് ആവശ്യം പോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സസ്പെൻഷനാണ് നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് ലഭിക്കുന്നത്. സസ്പെൻഷനും അതുപോലെ തന്നെ എഞ്ചിൻ്റെ പവർ കാര്യങ്ങൾ, അതായത് എഞ്ചിൻ്റെ റിഫൈൻമെൻ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി റൈഡിങ് റിവ്യൂ ഞാൻ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കെടുത്ത് പറയാവുന്ന മറ്റു കാര്യം വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ബാഡ്ജിങ്ങുകളാണ്. സൈഡ് കവറിലായിക്കോട്ടെ, അതുപോലെ തന്നെ സീറ്റ് കവറിലായിക്കോട്ടെ, നല്ല അടിപൊളി 3D ബാഡ്ജിങ്ങുകളെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. റിയർ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും എടുത്ത് കാണിക്കുന്നത് അതിൻ്റെ ക്രോം പ്ലേറ്റ് ആയിട്ടുള്ള ആ റിയർ കാരിയറാണ്. പിന്നെ ടെയിൽ ലൈറ്റ് എല്ലാം ഹാലജൻ ബൾബാണ്. ടെയിൽ ലൈറ്റ് ആയിക്കോട്ടെ, റിയർ ഇൻഡിക്കേറ്റർ ആയിക്കോട്ടെ, ഹാലജൻ ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല നീളത്തിലുള്ള ഒരു അടിപൊളി മഡ് ഗാർഡ് ലഭിക്കുന്നു. നമ്പർ പ്ലേറ്റ് മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, പക്ഷേ ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. റിയർ സൈഡ് ടയറിന് കുറച്ച് വീതി കൂടും. 318 ട്യൂബ്ലെസ് ടയർ തന്നെ ലഭിക്കുന്നുണ്ട്. 5 സ്പോക്ക് മാറ്റ് ബ്ലാക്ക് കളറുള്ള അലോയാണ് നമുക്ക് ബാക്ക് സൈഡിൽ ലഭിക്കുക. ഫ്രണ്ടും മാറ്റ് ബ്ലാക്ക് തന്നെയാണ്, ഞാൻ പറഞ്ഞത് നേരത്തെ മാറിപ്പോയിട്ടുണ്ട്, ക്ഷമിക്കണം. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് സിങ്ക് ബ്രേക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ബ്രേക്കിംഗ് ഒരേപോലെ തന്നെ പ്രൊപ്പോർഷണലായിട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് സേഫായിട്ട് വണ്ടി നിർത്താൻ അത് ഹെൽപ്പ് ചെയ്യും. 110 mm ഡ്രം ബ്രേക്കാണ് ബാക്ക് സൈഡിൽ യൂസ് ചെയ്യുന്നത്. ടോപ്പ് ടു ബോട്ടം ഫുൾ ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള അടിപൊളി സൈലൻസർ നമുക്ക് വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. കിക്കും അതുപോലെ സെൽഫും അവൈലബിൾ ആണ്. ബ്രേക്ക് ലിവർ ബ്ലാക്ക് കളറിലുള്ള ഒരു പെയിൻറ്റഡ് ആണ് വരുന്നത്. നല്ലൊരു ലേഡീസ് ഹാൻഡിലും നമുക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുൾ ക്രോം പ്ലേറ്റഡുള്ള ക്രോമിൻ്റെ അയ്യർ കളിയെന്ന് തന്നെ പറയണം. വണ്ടി 4 പാടും ഫുൾ ക്രോമിൻ്റെ പ്ലേറ്റഡ് ആണ്. ക്രോമിൻ്റെ ഓർണമെൻറ്റ്സ് കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ മറ്റെടുത്ത് പറയുന്ന കാരണം വെച്ചാൽ സാധാരണ ഈ ഒരു 110 cc സെഗ്മെൻറ്റിൽ വരുന്ന ഏത് വണ്ടിയെങ്കിലും ഒരു 15% നമുക്ക് മൈലേജ് കൂടുതൽ ലഭിക്കുന്നുണ്ട്. കുറച്ചുകൂടിയും സ്റ്റാർട്ടിങ് കുറച്ചുകൂടി ഈസിയാണ്. വെറുതെ ടച്ച് ചെയ്ത വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായി കിട്ടും. എഞ്ചിൻ വളരെയധികം റിഫൈൻഡ് എഞ്ചിനാണ്. അതുകൂടാതെ സ്മൂത്തായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. ഈ ടെലസ്കോപ്പിങ്ങും അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും ബാക്ക് സൈഡിൽ വരുന്നത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഓടിച്ചു നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ TVS ആയതുകൊണ്ട് മെയിൻ്റനൻസ് വളരെ ചീപ്പാണ്. എഞ്ചിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഒരു ലൈഫ് വളരെ കൂടുതലാണ്. ഡ്യൂറ ലൈഫ് തന്നെ ഇതിന് മുമ്പ് നമുക്ക് വിക്ടറിലും അതുപോലെ തന്നെ സ്റ്റാർ സിറ്റിയിലൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ലക്ഷം കിലോമീറ്റർ 3.5 ലക്ഷം കിലോമീറ്റർ നമുക്ക് സുന്ദരമായിട്ട് വണ്ടി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചു നടന്നു കഴിഞ്ഞാൽ കുഴപ്പങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഷോറൂമിലോ അല്ലെങ്കിൽ അറിയാവുന്ന നല്ലൊരു രീതിയിലുള്ള നല്ലപോലെ പണിയെ അറിയാവുന്ന മെക്കാനിക്കിനെ കൊണ്ട് സർവീസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ട് നടന്നാലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വണ്ടിക്കില്ലാണ്ട് കൊണ്ട് നടക്കാവുന്നതാണ്. അത്യാവശ്യം പ്രൈസും വരുന്നില്ലല്ലോ. ഒരു 94 രൂപ ആ റേഞ്ച് വണ്ടിക്ക് ഓൺ റോഡ് കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എഞ്ചിൻ്റെ സൗണ്ട് കൂടി ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതിപ്പോൾ എഞ്ചിൻ്റെ സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി സൈലൻസറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോണ്ടല്ലോ, സൈലൻസറിൽ നിന്ന് തീരെ ശബ്ദങ്ങൾ വരില്ല. നോക്കിക്കോട്ടെ, വളരെ സൈലൻ്റ് എന്ന് തന്നെ പറയണം, വളരെ റിഫൈൻഡ് എന്ന് പറയണം. ഒരു തരി സൗണ്ട് സൈലൻസറിൽ നിന്ന് വരുന്നില്ല. വളരെ കുറച്ച് സൗണ്ടേ എനിക്ക് ലഭിക്കുന്നുള്ളൂ. അത് ഈ ഒരു മോഡൽ വണ്ടി ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് റേസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ അത്രയ്ക്ക് സ്മൂത്ത് ആയിരിക്കണം, അത്രയ്ക്ക് റിഫൈൻഡ് ആയിരിക്കും എഞ്ചിൻ. എനിക്ക് TVS കാശൊന്നും തരുന്നില്ല. ഞാൻ പിന്നെ എനിക്ക് അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം എൻ്റെ ഫ്രണ്ട്സിനോട്, എനിക്ക് നിങ്ങളാ ഫ്രണ്ട്സ് ആയിട്ടുള്ളത്, അപ്പോൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ട് ഇതാണ് വണ്ടിയുടെ ഐഡിയൽ കണ്ടീഷൻ. തീരെ ശബ്ദമില്ലെന്ന് തന്നെ പറയണം. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ DRL വർക്ക് ചെയ്യുള്ളൂ. ഇതാണ് വാഹനത്തിൻ്റെ DRL. ഒരു ഗ്രൂപ്പ് ഓഫ് LED, അതായത് ഒരു സ്ട്രിപ്പ് LEDs ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നല്ല വൈഡറായിട്ടുള്ള നല്ല പ്രകാശമാണ്. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും വണ്ടി ലോങ്ങിൽ നിന്ന് നോക്കി കഴിഞ്ഞ് കാണും. ഇനി ഞാൻ ഹെഡ്ലൈറ്റ് കൂടി ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം അന്യായ പ്രകാശമാണ്. ഇത് ഞാൻ ക്യാമറ അടുത്ത് പിടിച്ചേക്കുന്നുണ്ട് ഇങ്ങനെ ബ്ലർ അടിക്കുന്നത്. പക്ഷെ നല്ല ത്രോ ഉണ്ട്. മതിലിലേക്ക് അടിച്ച് നോക്കിയിട്ട് നല്ല ത്രോ നമുക്ക് ഹെഡ്ലൈറ്റിൽ ലഭിക്കുന്നുണ്ട്. 2024 മാർച്ചിൽ ഈ മോട്ടോർ സൈക്കിൾ TVS റേഡിയോൺ 2024 മോഡലിന് ഓൺ റോഡ് 94,200 കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്തത് പ്രീമിയർ TVS ആണ്, നോർത്ത് പറവൂരിലെ. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്തിട്ടുണ്ട്. TVSൻ്റെ ഏത് മോട്ടോർ സൈക്കിൾ ആയിക്കോട്ടെ, ഇലക്ട്രിക് സ്കൂട്ടർ ആയിക്കോട്ടെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും പ്രീമിയർ TVSനെ കോൺടാക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.